ടെർബോ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, കുഴപ്പമില്ലാത്തൊരു പടം. ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കല്ല നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയൊരു പടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് ഹാഫൊക്കെ നല്ല വലിഞ്ഞ്, ബാക്കിയുള്ളവർക്ക് എന്ത് തോന്നി എനിക്കറിയില്ല. ഫസ്റ്റ് ഹാഫൊക്കെ എനിക്ക് നല്ല രീതിയിൽ വലിഞ്ഞാണ് ഫസ്റ്റ് ഹാഫ്. ഞാൻ 1-2 തവണ ഫോൺ എടുത്ത് സമയം വരെ നോക്കി. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പം സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുടങ്ങുന്ന അടി പിന്നെ അവസാനം വരെ ഉണ്ട്. അതാണ് സിനിമ. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 അടിയാണ്. മമ്മൂക്ക ഈ പ്രായത്തിലൊക്കെ ഇട്ടിരിക്കുന്ന എഫേർട്ട് തന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ സ്ക്രിപ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയത്ത രീതിയിലൊരു കഥയോ ഒന്നുമില്ല. മിഥുൻ മാനുവൽ തോമസിന്റെ യൂഷ്വൽ സ്ക്രിപ്റ്റുകൾ കണക്ക് തന്നെ നായകന്റെ ട്രോമയും പിന്നെ അവിടെ ഇവിടെ വാരിയിടുന്ന കുറച്ച് ഇമോഷൻസും അതിനപ്പുറം അല്ലാതെ ഒന്നുമില്ല. മറ്റുള്ള ആർട്ടിസ്റ്റുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിച്ച ബിന്ദു പണിക്കർ മികച്ച പ്രകടനം തന്നെയായിരുന്നു. ബിന്ദു പണിക്കറെ കുറെ എലമെന്റ്സ് ഒക്കെ നമുക്ക് ചിരിക്കാൻ വേണ്ടി ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒക്കെ ഉണ്ട്. കുറെ നല്ല ഡയലോഗുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ത്രൂ ഔട്ട് വരുന്ന ഒരു ലേഡി ക്യാരക്ടറാണ് ഇതിൽ, അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ വരുന്ന സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തനും നല്ലൊരു വേഷം തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ രാജ് ബി ഷെട്ടിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു കാലിബർ എന്താണ് അല്ലെങ്കിൽ പുള്ളിയുടെ സിനിമകൾ എന്താണെന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷെ പുള്ളി ആ രീതിയിലൊന്നും പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാ യൂഷ്വൽ നമ്മുടെ തെലുങ്കു തമിഴ് ഫിലിംസിൽ കാണുന്ന ഒരു വില്ലൻ അപ്പുറം ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു മാസ് പടത്തിന്റെ എല്ലാ ഫീലും തരാനായിട്ട് മ്യൂസിക് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം പള്ളിപ്പെരുന്നാൾ നടക്കുന്ന ഒരു അടിയുണ്ട്. ആ അടിയിൽ ഒരു സോങ് ഒക്കെ പ്ലേ ആവുന്നത് കിടിലമായിട്ട് തോന്നി. ആ ഒരു സന്ദർഭമൊക്കെ നല്ലതായിരുന്നു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമാറ്റോഗ്രാഫി എഡിറ്റിംഗ് മികച്ചത് തന്നെയായിരുന്നു. അതാണ് സിനിമയുടെ മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്കയുടെ പ്രകടനം, മമ്മൂക്കയുടെ ആ എഫേർട്ടാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള ഒരു മമ്മൂക്കയെ, ആ മമ്മൂക്കയുടെ ഒരു നേച്ചർ, ഒരു കുട്ടിക്കളി തമാശ, ആ ഒരു സാധനം തിരിച്ചു കിട്ടിയ പോലെ എനിക്ക് തോന്നി. അങ്ങനെ കുറേ നല്ല രംഗങ്ങളൊക്കെ ഉണ്ട്, മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. വലിയ കഥയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു അടിപ്പടം കാണാനായിട്ട് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കാം. കഥ നടക്കുന്നത് തമിഴ്നാട്ടിലായത് വളരെ നന്നായെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. മമ്മൂക്കയുടെ നല്ലൊരു പെർഫോമൻസ് കാണാനും മമ്മൂക്കയുടെ ഒരു മാസ് പടം കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.